നമസ്കാരം. സ്വർണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും സാധാരണക്കാരായ ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുന്നതുമായ സുപ്രധാന ഔദ്യോഗിക അറിയിപ്പുകളും പുതിയ നിയമപരമായ മാറ്റങ്ങളുമാണ് ഈ വിശദമായ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വർണത്തിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കുകളിലോ മറ്റ് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ച് വായ്പകൾ എടുക്കാനോ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇനി മുതൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാൻ ചെല്ലുമ്പോൾ കേരളത്തിലെ എല്ലാ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വളരെ കൃത്യവും ശാസ്ത്രീയവുമായ ഒരു പുതിയ പരിശോധനാ രീതിക്ക് കൂടി നിങ്ങളുടെ ആഭരണങ്ങൾ വിധേയമാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ വിപണിയിൽ നിന്നും പുതിയതായി വാങ്ങുന്ന ഓരോ സ്വർണ്ണാഭരണത്തിലും കൂടുതൽ സുതാര്യതയും വ്യാജന്മാരെ തടയുന്നതിനുള്ള ഉയർന്ന തലത്തിലുള്ള സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ചേർന്ന് മറ്റൊരു പുതിയ ഡിജിറ്റൽ മാർക്കിംഗ് സംവിധാനം കൂടി ഔദ്യോഗികമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തരം നിയമപരമായ പുതിയ പരിഷ്കാരങ്ങൾ സ്വർണം സ്ഥിരമായി വാങ്ങുന്നവരെയും വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയും ആവശ്യങ്ങൾക്കായി പണയം വെക്കുന്നവരെയും ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണക്കാർ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്നും കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ സ്വർണ്ണപ്പണയ മേഖലയിൽ അടുത്തിടെയായി വളരെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന വൻ തട്ടിപ്പുകളും വ്യാജ സ്വർണ്ണ വ്യാപാരങ്ങളും തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ പരമോന്നത ബാങ്കിംഗ് നിയന്ത്രണ സ്ഥാപനമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും വളരെ കർശനമായ പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചെമ്പ് പോലുള്ള വില കുറഞ്ഞ ലോഹങ്ങളിൽ വളരെ കട്ടി കൂടിയ രീതിയിൽ സ്വർണം രാസപ്രക്രിയയിലൂടെ പൂശി ഒറ്റനോട്ടത്തിൽ കണ്ട തിരിച്ചറിയാൻ കഴിയാത്ത വിധം വ്യാജ ആഭരണങ്ങൾ നിർമ്മിച്ച് ബാങ്കുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും വഞ്ചിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായതോടെയാണ് ഡെൻസിറ്റോമീറ്റർ എന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന RBI നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ മുക്കുപണ്ട തട്ടിപ്പുകളിലൂടെ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ജ്വല്ലറികളിൽ നിന്നുമായി ഇതുവരെ 100 കോടിയിലധികം രൂപ കവർന്നതായി പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുകയുണ്ടായി. പരമ്പരാഗതമായി മാറ്റുരച്ചു നോക്കുന്ന രീതി ഉപയോഗിച്ചാൽ പോലും പിടിക്കപ്പെടാത്ത വിധം അതീവ വിദഗ്ധമായും സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമാണ് ഇത്തരം വ്യാജ ആഭരണങ്ങൾ നിർമ്മിച്ച് തട്ടിപ്പുകാർ വിപണിയിൽ എത്തിക്കുന്നത് എന്നതും പോലീസിന്റെ കണ്ടെത്തലുകളിൽ വ്യക്തമാകുന്നുണ്ട്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധരായ ഗോൾഡ് അപ്രൈസർമാരുടെയും കൃത്യമായ പരിശീലനം ലഭിച്ച ബാങ്ക് ജീവനക്കാരുടെയും ആവർത്തിച്ചുള്ള പ്രാഥമിക പരിശോധനകളെ പോലും വളരെ എളുപ്പത്തിൽ മറികടന്നുകൊണ്ടാണ് തട്ടിപ്പ് സംഘങ്ങൾ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ ഈടായി നൽകി കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ സ്ഥാപനങ്ങളിൽ നിന്നും തട്ടിയെടുക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള പരിശോധനകളിൽ വ്യാജ സ്വർണവും സ്വർണം പൂശിയ ലോഹങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കിംഗ് മേഖലയ്ക്കും നികത്താനാവാത്ത തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതയും ഭാരിച്ച നഷ്ടവുമാണ് വരുത്തിവെക്കുന്നത്. എന്നാൽ RBI നിർദ്ദേശപ്രകാരം ഇനി മുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഡെൻസിറ്റോമീറ്റർ പോലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന ആഭരണങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ തന്നെ അല്ലെങ്കിൽ അത് മുറിച്ചു നോക്കേണ്ട കാര്യങ്ങളില്ലാതെ തന്നെ ആഭരണത്തിന്റെ ഉള്ളിൽ മറ്റു ലോഹങ്ങളോ വ്യാജമായ കണികകളോ അടങ്ങിയിട്ടുണ്ടോ എന്ന് സാന്ദ്രതാ പരിശോധനയിലൂടെ വളരെ കൃത്യമായി സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്തുവാൻ സാധിക്കും. കേരളത്തിലെ ഭൂരിഭാഗം ജ്വല്ലറികളിലും സാധാരണക്കാരായ ഉപഭോക്താവിൽ നിന്ന് പഴയ സ്വർണം വാങ്ങുന്നവരായതിനാൽ ഇത്തരത്തിലുള്ള വ്യാജ സ്വർണ്ണ തട്ടിപ്പ് മാഫിയകളുടെ കെണിയിൽ പെടാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസും ജ്വല്ലറി ഉടമകൾക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജ സ്വർണ്ണ തട്ടിപ്പുകൾ തടയുന്നതോടൊപ്പം തന്നെ സ്വർണ്ണ വിപണിയിൽ കൂടുതൽ സുതാര്യതയും ഉപഭോക്തൃ സുരക്ഷതയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ചേർന്ന് വിപ്ലവകരമായ സോൾ ടാഗിംഗ് എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സ്വർണ്ണാഭരണത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള 6 HUID ഹാൾമാർക്ക് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡിനൊപ്പം ജ്വല്ലറികളിൽ നിന്നും വിറ്റഴിക്കപ്പെടുന്ന ഓരോ ആഭരണത്തിനും സോൾഡ് എന്ന സ്റ്റാറ്റസിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഡാറ്റാബേസിൽ രേഖപ്പെടുത്താവുന്ന രീതിയാണിത്. ഈ പുതിയ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും നിലവിൽ വരുന്നതോടെ ഒരു ഉപഭോക്താവ് ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങുന്ന അതേ നിമിഷത്തിൽ തന്നെ വ്യാപാരികൾ കേന്ദ്ര പോർട്ടലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരും. ഈ സംവിധാനം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്തെന്നാൽ ഭാവിയിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഉടമസ്ഥന് ആ വിവരം പോർട്ടലിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആ ആഭരണത്തിന്റെ സ്റ്റാറ്റസ് സിസ്റ്റത്തിൽ സ്റ്റോളൻ എന്ന് രേഖപ്പെടുത്താനും സാധിക്കും എന്നതാണ്. പിന്നീട് ഏതെങ്കിലും കള്ളന്മാരോ തട്ടിപ്പുകാരോ ഈ സ്വർണം മറ്റ് ജ്വല്ലറികളിൽ മറിച്ചു വിൽക്കാനോ അതല്ലെങ്കിൽ ഉരുക്കി മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ ജ്വല്ലറികളിൽ HUID സ്കാനിങ്ങിലൂടെ അത് കളവ് മുതലാണെന്ന് ഉടനടി പിടിക്കപ്പെടുകയും ചെയ്യും. പഴയ സ്വർണം ജ്വല്ലറികളിൽ നൽകി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് പഴയ ബില്ലുകൾ കാണിക്കാൻ കഴിയാതെ വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങളും ഒഴിവാക്കാൻ ഈ പുതിയ ഡിജിറ്റൽ സിസ്റ്റം സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസമായി മാറും. കാരണം കേന്ദ്ര ഡാറ്റാബേസിലെ HUID വിവരങ്ങൾ സ്കാൻ ചെയ്യുന്നതിനോടൊപ്പം
ആഭരണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശവും അതിലടങ്ങിയിരിക്കുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ പരിശുദ്ധിയും സെക്കൻഡുകൾക്കുള്ളിൽ ഏത് ജ്വല്ലറിക്കും ഔദ്യോഗികമായി ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വ്യാജ ഹോൾമാർക്കിംഗ് മുദ്രകൾ പതിപ്പിച്ച് വിപണിയിൽ ജനങ്ങളെ പറ്റിക്കുന്നത് തടയാനും ഒരേ HUID കോഡ് തന്നെ ഒന്നിലധികം ആഭരണങ്ങൾക്ക് നിയമവിരുദ്ധമായി പുനരുപയോഗിക്കുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ചെറുതും വലുതുമായ എല്ലാ ജ്വല്ലറി വ്യാപാരികളും തങ്ങളുടെ ഓരോ വിൽപ്പനയും അപ്പോൾ തന്നെ സെൻട്രൽ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്നതിനാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ ഗുണനിലവാരത്തിലും നിയമ സാധുതയിലും പൂർണ്ണ വിശ്വാസ്യതയും സമ്പൂർണ്ണ സുരക്ഷിതത്വവും ലഭ്യമാകാനും ഇത് വഴിയൊരുക്കും. ഇതിനു പുറമെ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണ വായ്പ എടുക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബാങ്കിംഗ് മേഖലയിൽ പ്രാബല്യത്തിലുള്ള ചില സുപ്രധാന നിബന്ധനകളെക്കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ ബാങ്കിൽ നിന്നും എടുത്ത സ്വർണ്ണ വായ്പാ തുകയും അതിന്റെ പലിശയും കൃത്യമായി തിരിച്ചടച്ചു കഴിഞ്ഞ് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ പരമാവധി 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈടായി നൽകിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉടമസ്ഥന് നിർബന്ധമായും തിരികെ നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതിൽ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായ വീഴ്ചയോ കാലതാമസമോ സംഭവിച്ചാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരമായി നൽകാൻ ആ ബാങ്കോ സ്ഥാപനമോ നിയമപരമായി ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ വിപണിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ജ്വല്ലറികളിൽ നിന്നും പുതിയ സ്വർണം വാങ്ങുമ്പോഴും പഴയ സ്വർണം വിൽക്കുമ്പോഴും അല്ലെങ്കിൽ മാറ്റിയെടുക്കുമ്പോഴും കൃത്യമായ വാങ്ങൽ ബില്ലുകളും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളും കരുതുന്നത് വളരെ ഉചിതമായിരിക്കും. സ്വർണ്ണവില ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വൻതോതിൽ കുതിച്ചുയർന്ന ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമപരമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. Please subscribe our channel.